നമസ്കാരം. RVS മാത്സ് അക്കാഡമിയിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ S1ന്റെ ബാക്കി പോർഷനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ബാക്കി പോർഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോൺ ഹോമോജിനസിൻ്റെ പ്രോബ്ലമാണ് ചെയ്തത്. ഇന്ന് നമ്മൾ നോൺ ഹോമോജിനസിൻ്റെ പ്രോബ്ലമാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ കണ്ടീഷനും ചെയ്തില്ല, എന്ത് പ്രോബ്ലമോ ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനുമാണ്. അതായത് നമ്മുടെ ഇക്വേഷൻ്റെ ഇടയ്ക്ക് കുറച്ച് കോൺസ്റ്റൻസ് ഒക്കെ വരും. ഈ കോൺസ്റ്റൻറ്റ് ഫൈൻഡ് ചെയ്യണം. ഞാനത് പറഞ്ഞാൽ മനസ്സിലാവില്ല, നമുക്ക് പ്രോബ്ലം കണ്ടാലേ മനസ്സിലാവത്തുള്ളൂ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ കൂടെ എഴുതിയിട്ടുണ്ട്. എനിക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയേക്കുന്ന എന്തുവാണ്, നോൺ ഹോമോജിനസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ തന്നെ റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ വരുന്ന കൺസിസ്റ്റൻ്റ് ആവുന്നിടത്ത് യുണീക്ക് സൊല്യൂഷൻ്റെ കേസ് നമ്മൾ ചെയ്തു. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ മെയിനായിട്ട് നമ്മൾ ചെയ്തത് റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു ആ നമ്പർ ഓഫ് അൺനോൺസ്, അതായത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ വരുന്ന കേസിൻ്റെ പ്രോബ്ലംസ് ആണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തത്. പിന്നെ റാങ്ക് ഓഫ് എ ബി നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ വരുമ്പോൾ ഇൻകൺസിസ്റ്റൻ്റ് ആവുന്ന ടൈപ്പിലെ ക്വസ്റ്റ്യൻ നമ്മൾ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നമ്മുടെ റിസൾട്ട് പറഞ്ഞ ടൈപ്പിൽ എല്ലാ ക്വസ്റ്റ്യനും ചെയ്തു. അപ്പോൾ ഈ റിസൾട്ടിന് ആപ്ലിക്കേഷനായിട്ട് നമുക്ക് വേറൊരു വിധത്തിലും ക്വസ്റ്റ്യൻ, ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഇടയ്ക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു നിർത്തുന്നതാണ്. ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഇടയ്ക്ക് കുറേ കോൺസ്റ്റൻസ് ഉണ്ടായിരിക്കും, എന്നിട്ട് ആ കോൺസ്റ്റൻറ്റ് ഫൈൻഡ് ചെയ്യാൻ പറയും. ഇതേപോലെ കുറേ കണ്ടീഷൻസ് തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് നോൺ ഹോമോജിനസ് സിസ്റ്റം ഓഫ് ഇക്വേഷനിന് ഒരു ക്വസ്റ്റ്യൻ ഷുവറായിട്ട് എക്സാമിന് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ അതിതാണെന്നല്ല, അല്ല ഈ പറയുന്ന ഈ 3 വീഡിയോയിൽ വരുന്ന ഏതെങ്കിലും ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും എക്സാമിന് വരാം. അപ്പോൾ എങ്ങാനും നിങ്ങൾക്ക് ഈ പറയുന്ന പോലത്തെ ടൈപ്പിലെ ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു 3 ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫോർ വാട്ട് വാല്യൂസ് ഓഫ് ലാംഡ ആൻഡ് മ്യൂ, കണ്ടായിരുന്നു ഇവിടെ ലാംഡയും മ്യൂവും തന്നിട്ടുണ്ട്. ലാംഡ ആൻഡ് മ്യൂ എന്ന് പറഞ്ഞ് തന്നിട്ട് ഫോർ വാട്ട് വാല്യൂസ് ഓഫ് ലാംഡ ആൻഡ് മ്യൂ ഡു ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു 6, ദെൻ എക്സ് പ്ലസ് 2y പ്ലസ് 3z ഇസ് ഈക്വൽ ടു 10, എക്സ് പ്ലസ് 2y പ്ലസ് ലാംഡ ഇസഡ് ഇസ് ഈക്വൽ ടു മ്യൂ. അവിടെയാണ് ലാംഡയും മ്യൂവും വന്നിരിക്കുന്നത്. ആ ലാംഡയുടെയും മ്യൂവിൻ്റെയും വാല്യൂ ഫൈൻഡ് ചെയ്യണം. അതിന് അവർ ഹിൻറ്റ് തന്നിട്ടുണ്ട്, ചുമ്മാ ഫൈൻഡ് ചെയ്യാനല്ല പറഞ്ഞേക്കണേ. എങ്ങനെയാണ് ഹിൻറ്റ് പറഞ്ഞേക്കണേ? നോ സൊല്യൂഷൻ സച്ച് ദാറ്റ്. ആദ്യം പറഞ്ഞിട്ടുണ്ട് ഈ സിസ്റ്റം ഓഫ് ഇക്വേഷന് സൊല്യൂഷനൊന്നും ഇല്ല. അടുത്ത് പറഞ്ഞേക്കാണ് യുണീക്ക് സൊല്യൂഷൻ, പിന്നെ പറഞ്ഞേക്കാണ് മോർ ദാൻ വൺ സൊല്യൂഷൻ. അത് യുണീക്ക് സൊല്യൂഷൻ എപ്പോഴാണ് വരണേന്ന് നമുക്കറിയാം. മോർ ദാൻ വൺ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ, അത് എപ്പോഴാണ് വരണേന്ന് നമുക്കറിയാം. നോ സൊല്യൂഷൻ വരുന്നത് എപ്പോഴാണെന്ന് നമുക്കറിയാം അല്ലേ. ഈ 3 കേസും നമുക്കറിയാം. അത് നമുക്ക് പിന്നെ ആലോചിക്കാം. എന്തായാലും സിസ്റ്റം ഓഫ് ഇക്വേഷനാണ് തന്നിരിക്കുന്നത്. ഈക്വൽ ടു കഴിഞ്ഞ് കോൺസ്റ്റൻ്റ് ഉണ്ട്. ഞാനൊരു ടീച്ചർ നമുക്കൊരു പ്രൊസീജിയർ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് ആ പ്രോബ്ലം അതേപോലെ അങ്ങ് ചെയ്ത് തീർക്കാം. റാങ്ക് വരെ എത്തുന്നത്, റാങ്ക് ഫൈൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റോ റെഡ്യൂസ്ഡ് ഫോമിലോട്ട് ആക്കത്തില്ലേ, ആ സ്റ്റെപ്പ് വരെ എത്തിയതിന് ശേഷം ക്വസ്റ്റ്യനിൽ പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് പിന്നെ ആലോചിച്ചാൽ മതി. തന്നേക്കുന്നത് നമുക്ക് അറിയുന്നതിൽ നിന്ന് ചെയ്തു തുടങ്ങാം. പിന്നെ നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത് എന്താണെന്നുള്ളത് പിന്നെ ആലോചിച്ച് വന്നാൽ മതി. അപ്പോൾ സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സിസ്റ്റം ഓഫ് ഇക്വേഷൻ തന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആദ്യം ചെയ്യുന്ന സ്റ്റെപ്പ് എന്താ, എ എക്സ് ഈക്വൽ ടു ബി എന്നുള്ള ഫോമിൽ അത് എഴുതും. അത് തന്നെ ഇവിടെ എഴുതാൻ പോകുന്നത് എ എക്സ് ഈക്വൽ ടു ബി. അപ്പം നിങ്ങളുടെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ഒരു കുട്ടി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന സ്കെച്ച് പെൻ എഴുതുമ്പം അത്രയ്ക്ക് കാണാൻ പറ്റുന്നില്ല, അത്ര ക്ലിയർ അല്ല, പിന്നെ അത് നേരെ വായിക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പെന്നാക്കിയത്. എങ്ങാനും ഈ എഴുതുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്, സ്കെച്ച് പെന്നാണ് കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുമെങ്കിൽ അത് പറയാം. അപ്പം അതനുസരിച്ച് എനിക്ക് പെൻ മാറ്റാനാണ്. ഓക്കെ, അപ്പോൾ എ എക്സ് ഇസ് ഈക്വൽ ടു ബി എന്നുള്ള ഫോമിൽ ഇക്വേഷൻ എഴുതുക. ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വന്നാൽ ഞാൻ അപ്പോൾ നമ്മൾ എന്താ ചെയ്തു, 3 സിസ്റ്റം ഓഫ് ഇക്വേഷന് എ എക്സ് ഈക്വൽ ടു ബി എന്നുള്ള ഫോമിൽ എഴുതുമ്പം ആദ്യം കോയിഫിഷ്യൻ മാട്രിക്സ് എന്താ, എക്സിൻ്റെ വൈയുടെ ഇസഡിനെയും ഫസ്റ്റ് ഇക്വേഷനിലെ കോയിഫിഷ്യൻ എക്സിൻ്റെ കോയിഫിഷ്യൻ 1, വൈയുടെ കോയിഫിഷ്യൻ 1, ഇസഡിൻ്റെ കോയിഫിഷ്യൻ 1. രണ്ടാമത്തെ ഇക്വേഷനിൽ എക്സിൻ്റെ വൈയുടെ ഇസഡിൻ്റെ കോയിഫിഷ്യൻ എന്താ 1 2 3, സോ 1 2 3 എഴുതി. അടുത്ത ഇക്വേഷനിൽ എക്സിൻ്റെ വൈയുടെ ഇസഡിൻ്റെ കോയിഫിഷ്യൻ 1 2 ലാംഡ. ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് പ്രാവശ്യം യൂണിവേഴ്സിറ്റി എക്സാം ചോദിച്ചതാണ്. സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇവിടുത്തെ നമ്പർ ഓഫ് അൺനോൺസ് എന്ന് പറഞ്ഞാൽ എക്സ് വൈ ഇസഡ് ഇസ് ഈക്വൽ ടു, ഇവിടുത്തെ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് 6 10 മ്യൂ. 6 10 മ്യൂ. ഓക്കെ, എ എക്സ് ഇസ് ഈക്വൽ ടു ബി എന്നുള്ള ഫോമിൽ ആദ്യം എഴുതി. ഇനി ഇതിനെ ചെയ്യാൻ പോകുന്നത് ഓഗ്മെൻറ്റഡ് മാട്രിക്സ് എ ബി എഴുതാൻ പോവാണ്. എയും ബിയും കൂടെ ചേർത്ത് എഴുതാൻ പോവാണ്. അപ്പോൾ ഓഗ്മെൻറ്റഡ് മാട്രിക്സ് എ ബി ഇസ് ഈക്വൽ ടു, എയും ബിയും കൂടെ നമുക്ക് ചേർത്ത് എഴുതുമ്പം എ എന്ന് പറയുന്നത് 1 1 1 6, ദെൻ അടുത്തത് 1 2 3 10. അടുത്ത് നോക്കിക്കേ 1 2 ലാംഡ മ്യൂ. നമ്മൾ എ ബി എന്ന് പറഞ്ഞാൽ ഓഗ്മെൻറ്റഡ് മാട്രിക്സ് എ ബി എഴുതി. ഇനി നമ്മൾ എന്താ ചെയ്യണേ, ഇതിൻ്റെ റോ റെഡ്യൂസ്ഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. റോ റെഡ്യൂസ്ഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കുന്നത് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് ഇവിടെ 1 ആണ്. അതിൻ്റെ താഴേക്ക് നമ്മൾ 0 ആക്കാൻ പോവാണ്. സോ ഫസ്റ്റ് റോയെ അതേപോലെ ഫിക്സ് ചെയ്തങ്ങ് വെച്ചു. 1 1 1 6. അയാൾക്ക് വേറെ ജോലിയൊന്നുമില്ല, അയാളെ ഫിക്സ് ചെയ്ത് വെച്ചു. ഈ 1ൻ്റെ താഴെ 0 ആക്കണം. 1ൻ്റെ താഴെയുള്ള 2 എലമെൻറ്റ് 0 ആക്കേണ്ട 2 എലമെൻറ്റ് നോക്കിക്കേ. 1 1 എന്ത് എളുപ്പമാണ്, എന്ത് ചെയ്താൽ മതി, R2 ഇംപ്ലൈസ് R2 മൈനസ് R1 മൈനസ് ചെയ്താൽ പോരെ. 1 മൈനസ് 1 0, 2 മൈനസ് 1 1, 3 മൈനസ് 1 2, 10 മൈനസ് 6 4.
ഓക്കെ, അടുത്ത് നോക്കിക്കേ, R3 ഇതേപോലെ R3 ഇംപ്ലൈസ് R3 മൈനസ് R1, 1 മൈനസ് 1 0, 2 മൈനസ് 1 1, ലാംഡ മൈനസ് 1 മ്യൂ മൈനസ് 6. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്തു? ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് താഴേക്ക് 0 ആയി. ഇനി സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് ഇവിടെ 1 ആണ്. അതിൻ്റെ താഴെയുള്ള ഈ 1നെ കൂടെ നമുക്ക് 0 ആക്കണം. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റിൻ്റെ താഴെ നമ്മൾ 0 ആക്കാൻ പോകണം. ആദ്യം ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റിൻ്റെ താഴെ 0 ആക്കി, സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റിൻ്റെ താഴെ 0 ആക്കുകയാണ്. അങ്ങനെ 0 ആക്കാൻ വേണ്ടിയിട്ടേ നമുക്ക് ആദ്യത്തെ 2 റോയും അതുപോലെ തന്നെ അങ്ങ് ഫിക്സ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഫിക്സ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ 1 1 1 6 0 1 2 4. അടുത്ത് നോക്കിക്കോളേ, R3 ഇംപ്ലൈസ്, എനിക്ക് 1നെ 0 ആക്കണ്ട, അപ്പോൾ ഇത് രണ്ടും മൈനസ് ചെയ്താൽ പോരെ. R3 ഇംപ്ലൈസ് R3 മൈനസ് R2, R3 ഇംപ്ലൈസ് R3 മൈനസ് R2. അപ്പോൾ ഇത് രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്യുമ്പം ആദ്യത്തെ ടേം 0 ആണ്. 1 മൈനസ് 1 0. ഓക്കെ, ലാംഡ മൈനസ് 1 R3യിലെ മൂന്നാമത്തെ എലമെൻറ്റ്, R2യിലെ മൂന്നാമത്തെ എലമെൻറ്റ് എന്താ? 2 ആണ്. അപ്പോൾ -2 ആണ് ചെയ്യേണ്ടത്. -2 വിച്ച് ഈസ് ഈക്വൽ ടു ലാംഡ മൈനസ് 3 എന്ന് പറഞ്ഞു. അതാണ് നമ്മളിവിടെ എഴുതിയത്, ലാംഡ മൈനസ് 3. അടുത്ത് നോക്കിക്കേ, മ്യൂ മൈനസ് 6 ആണ് ഫോർത്ത് എലമെൻറ്റ്. മൈനസ് ഇവിടെ എന്തുണ്ട്? 4. സോ അതെന്താ പറയണേ? മ്യൂ മൈനസ് 10, മ്യൂ മൈനസ് 10, ലാംഡ മൈനസ് 3യും മ്യൂ മൈനസ് 10ഉം. ഓക്കെ, അപ്പോൾ അടുത്ത് നോക്കിക്കേ, നമ്മൾ എന്ത് കിട്ടി? നമുക്ക് ആ മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ ഇതെന്തായി? റോ റെഡ്യൂസ്ഡ് ഫോം ആയി നോക്കിയേ. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് താഴെ 0, സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് താഴെ 0, തേർഡ് റോയിലെ താഴെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് താഴെ 0 ആക്കാൻ പിന്നെ അങ്ങോട്ട് റോകളൊന്നും ഇല്ല. ഓരോ റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റിന് മുന്നേയുള്ള 0യുടെ എണ്ണം ഓരോ റോ കഴിയുമ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇത് റോ റെഡ്യൂസ്ഡ് ഫോമായി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? റാങ്ക് വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ നമ്മളെടുത്ത് റാങ്കും യൂണീക്ക് സൊല്യൂഷനും ഫൈൻഡ് ചെയ്യാനൊന്നും അല്ല പറഞ്ഞേക്കണേ. എന്താ പറഞ്ഞേക്കണേ? ലാംഡയുടെയും മ്യൂവിൻ്റെയും വാല്യൂ ഫൈൻഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് കണ്ടീഷൻ എന്താ അവർ തന്നിരിക്കണേ? ഫസ്റ്റ് കണ്ടീഷൻ അവർ പറഞ്ഞേക്കാണ് എന്തുവാ? നോ സൊല്യൂഷൻ. ഇതാണ് അവർ ആദ്യത്തെ ഇതിൽ തന്നിരിക്കുന്ന ഹിൻഡ്. നോ സൊല്യൂഷൻ ആവുന്ന എപ്പോഴാണ്? സൊല്യൂഷൻ ഇല്ല എന്ന് പറഞ്ഞാലുള്ള നമ്മുടെ കണ്ടീഷൻ എന്തുവാണ്? റാങ്ക് ഓഫ് എ ബി ഇസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ആണോ? അത് സൊല്യൂഷൻ ഉണ്ട്, കൺസിസ്റ്റൻറ്റ് സൊല്യൂഷൻ ആവുന്ന കേസ്. അപ്പോൾ പിന്നെ ഏതാ? റാങ്ക് ഓഫ് എ ബി നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ. റാങ്ക് ഓഫ് എ ബി, വി നോ ദാറ്റ് റാങ്ക് ഓഫ് എ ബി നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ആണെങ്കിൽ എന്തുവാ? സിസ്റ്റം ഈസ് ഇൻകൺസിസ്റ്റൻറ്റ് എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? സിസ്റ്റം ഈസ് ഇൻകൺസിസ്റ്റൻറ്റ്. ഇൻകൺസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ ബ്രാക്കറ്റിനകത്ത് എഴുതി ഓർക്കണുണ്ടോ? നോ സൊല്യൂഷൻ എന്ന്. അപ്പോൾ അതാണ് കണ്ടീഷൻ. റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും ഈക്വൽ ആവാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് വരണമെങ്കിൽ ഇതിൽ എവിടെ എലമെൻ്റ് ഉണ്ടെങ്കിലാണ് പോസിബിൾ ആണ്? മ്യൂ മൈനസ് 10 എന്ന് പറയുന്ന ഈ സ്ഥാനത്ത് വാല്യൂ ഉണ്ടെങ്കിൽ ഇപ്പോൾ ലാംഡ മൈനസ് 3 എന്ത് വരണം? റാങ്ക് ഓഫ് എ ബി 3യും റാങ്ക് ഓഫ് എയും 2 ആവണമെങ്കിൽ അങ്ങനെ ആലോചിക്കുക. ഇതിപ്പം 3/3 മെട്രിക്സ്. അപ്പോൾ റാങ്ക് ഓഫ് എ ബി 3യും റാങ്ക് ഓഫ് എ 2 ആവണമെങ്കിൽ, റാങ്ക് ഓഫ് എ 2 ആവണമെങ്കിൽ ഈ ബി എന്നുള്ള പാർട്ട് മറച്ച് വെച്ച് കഴിയുമ്പം ലാംഡ മൈനസ് 3 എന്ന് പറയുന്ന ആൾ അവിടെ എന്താവണം? അവിടെ ഉണ്ടാവരുത്. ലാംഡ മൈനസ് 3 അവിടെ ഉണ്ടാവരുതെന്ന് പറഞ്ഞാൽ ലാംഡ മൈനസ് 3 0 ആവണം. അപ്പോൾ ലാംഡ മൈനസ് 3 0 ആവണം. ഓക്കെ, ലാംഡ മൈനസ് 3 0 ആവണം. അപ്പം ലാംഡ മൈനസ് 3യുടെ ഈ പാർട്ടിൽ 0 വരികയും മ്യൂ മൈനസ് 10 എന്ന് പറഞ്ഞാൽ ഒരിക്കലും 0 ആവരുത്. ഇവിടെ വാല്യൂ ഉണ്ടായിരിക്കണം. അപ്പം നോക്കിയേ, ലാംഡ മൈനസ് 3 ഇവിടെ ഇല്ല. ഇപ്പം റാങ്ക് ഓഫ് എ ബിയുടെ എന്തുവാ? ലാംഡ മൈനസ് 3 ഇതിന് 0 ആയിപ്പോയി. ഇപ്പോൾ ഇതിൻ്റെ റാങ്ക് എത്രയാണ്? റാങ്ക് ഓഫ് എ ബിയുടെ റാങ്ക് എന്ന് പറഞ്ഞാൽ 3 റോയിലും എലമെൻ്റ് ഉള്ളത് കാരണം റാങ്ക് ഓഫ് എ ബി 3 ആണ്. ഓക്കെ, അവസാനത്തെ കോളം മറച്ച് വെച്ചാൽ, അവസാനത്തെ കോളം മറച്ച് വെച്ച് കഴിയുമ്പം ഇപ്പോൾ എത്ര റോയിലേ ഉള്ളൂ? 2 റോയിലെ എലമെൻറ്റ്സ് ഉള്ളൂ. അപ്പോൾ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് എന്താ? 2. അപ്പോൾ റാങ്ക് ഓഫ് എ ബി നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ എന്നുള്ള കേസായി. അപ്പോൾ ലാംഡ മൈനസ് 3 0 ആവണമെന്ന് മനസ്സിലായി. മ്യൂ മൈനസ് 10 എന്താവരുതെന്ന് മനസ്സിലായി. മ്യൂ മൈനസ് 10 0 ആവരുതെന്നും മനസ്സിലായി. മ്യൂ മൈനസ് 10 0 ആകാനും പാടില്ല. അപ്പം ഈ കണ്ടീഷൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ പറയുവാണ്, ഇങ്ങനെ വരികയാണെങ്കിൽ റാങ്ക് ഓഫ് എ ബി എന്തെന്ന് കിട്ടും? 3 എന്നും കിട്ടും. റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് 2 എന്നും കിട്ടും. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവും. റാങ്ക് ഓഫ് എ ബി നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ. അപ്പോൾ ഇത് മനസ്സിലാലോചിച്ചിട്ടാണ് ഇങ്ങനെ എടുത്തത്. ഈ സാധനം 0 ആയാലേ ഇതെല്ലാം നടക്കത്തുള്ളൂ. അപ്പോൾ ലാംഡ മൈനസ് 3 ഈക്വൽ 0 ആവുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? ലാംഡയുടെ വാല്യൂ 3യും വന്ന് മ്യൂ ഒരിക്കലും 10ഉം വരാതിരുന്നാൽ നോ സൊല്യൂഷൻ. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. നോ സൊല്യൂഷൻ ആകുമ്പോൾ ലാംഡയുടെയും മ്യൂവിൻ്റെയും വാല്യൂ ഇതാണ്. ലാംഡ ഈക്വൽ ടു 3 ആവണം. മ്യൂ എന്ന് പറയുന്നത് ഒരിക്കലും എന്താവാൻ പാടില്ല? 10 ആവാൻ പാടില്ല. മ്യൂ വേറെ എന്ത് വാല്യൂ വന്നാലും കുഴപ്പമില്ല. ഇതാണ് ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇത്രയേ ഉള്ളൂ, കൂടുതലൊന്നും എഴുതാനില്ല. ലാംഡയുടെയും മ്യൂവിൻ്റെയും വാല്യൂ എന്താ വെച്ചേക്കുന്നത്. ഇനി അവിടുത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ബി എന്ന് പറഞ്ഞാൽ അവർ ചോദിച്ചേക്കുന്നത് യുണീക്ക് സൊല്യൂഷൻ. അപ്പോൾ യുണീക്ക് സൊല്യൂഷൻ എപ്പോഴാണ് വരുന്നതെന്ന് എല്ലാവർക്കും അറിയാം. എപ്പോഴാണ് വരുന്നത്? റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ വിച്ച് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് വരുമ്പോഴാണ് യുണീക്ക് സൊല്യൂഷൻ വരുന്നത് അല്ലേ? റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ
വിച്ച് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ്. ഈ കണ്ടീഷൻ മൂന്നും അൺനോൺസിൻ്റെ എണ്ണവും റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും എല്ലാം ഈക്വൽ ആവുന്ന കേസിലാണ് നമുക്ക് എന്ത് വരുന്നത്, യുണീക്ക് സൊല്യൂഷൻ വരുന്നത്. സിസ്റ്റം ആ കേസിൽ സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആണ് ആൻഡ് യുണീക്ക് സൊല്യൂഷനുമാണ്. നമ്മളിത് പഠിച്ചു വെച്ചേക്കുന്ന കാര്യമാണ്. അപ്പം യുണീക്ക് സൊല്യൂഷൻ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ കണ്ടീഷൻ എഴുതിയത്. നിങ്ങൾക്കിവിടെ അൺനോൺസിൻ്റെ എണ്ണം അറിയാം. എത്ര ഇവിടുത്തെ അൺനോൺസ് എന്ന് പറയുന്നത്, നമ്പർ ഓഫ് അൺനോൺസ് എന്ന് പറയുന്നത് 3 ആണ്. നമ്പർ ഓഫ് അൺനോൺസ് ഇസ് ഈക്വൽ ടു 3. അപ്പോൾ റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും എന്താവണമെന്ന് നമുക്ക് മനസ്സിലായി, 3 ആവണം നമുക്ക് മനസ്സിലായി. അപ്പോൾ റാങ്ക് ഓഫ് എ 3 ആവണമെങ്കിൽ റാങ്ക് ഓഫ് എ 2 ആവാൻ വേണ്ടിയിട്ടാണ് λ-3 ഞാൻ എന്താക്കിയത്, നേരത്തെ 0. അപ്പോൾ റാങ്ക് ഓഫ് എ 3 ആകണമെങ്കിൽ ഒരിക്കലും λ-3 എന്താവരുത്, 0 ആയി പോകരുത്. λ-3 അവിടെ ഉണ്ടാവണം. സോ λ-3 നോട്ട് ഈക്വൽ ടു 0. ഈ μ-10 0 ആയാൽ കുഴപ്പമുണ്ടോ? 0 ആയാൽ കുഴപ്പമില്ല. അവിടെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. കാരണം μ-10 ഇവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവിടെ വാല്യൂ ഉണ്ടെങ്കിൽ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് എ ബി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഈ 3 റോയിലെ എലമെൻ്റ് ഉള്ളതുകൊണ്ട് റാങ്ക് ഓഫ് എ ബി 3 ആണ്. ഇത് ലാസ്റ്റ് കോളം മറച്ച് വെച്ചാലും റാങ്ക് ഓഫ് എയും എന്ത് തന്നെയാണ് 3. അപ്പം μ-10 മേ ടേക്ക് എനി വാല്യൂ, എന്ത് വാല്യൂ ആയിക്കൊണ്ട് വിട്ടാൽ നമുക്ക് പ്രശ്നമില്ല. പക്ഷേ λ-3 ഒരിക്കലും എന്താവാൻ പാടില്ല, 0 ആവാൻ പാടില്ല. ഇത് λ നോട്ട് ഈക്വൽ ടു 3 ആയിരിക്കണം. λ ഒരിക്കലും 3 ആവാൻ പാടില്ല. μ എന്ന് പറയുന്നതിന് എന്ത് വാല്യൂ, മേ ടേക്ക് എനി വാല്യൂ. അത് 0 ആയാലും കുഴപ്പമില്ല, 0 അല്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമതൊരു ക്വസ്റ്റ്യൻ കൂടെ തന്നിട്ടുണ്ടായിരുന്നല്ലോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തുവായിരുന്നു, മോർ ദാൻ വൺ സൊല്യൂഷൻ. മോർ ദാൻ വൺ സൊല്യൂഷൻ, ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കേസ്. മോർ ദാൻ വൺ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ വരുന്നത്. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ വരുന്ന കണ്ടീഷൻ എന്തുവാണ്, റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ which is not equal to number of unknowns. Rank of AB equal to rank of A which is not equal to number of unknowns വരുമ്പോഴാണ് എന്ത് വരുന്നത്, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ വരുന്നത്. ആ കണ്ടീഷൻ ഞാൻ അവിടെ എഴുതി വെച്ചു. അതായത് നമുക്ക് റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും ഈക്വൽ ആവണം. പക്ഷേ നമ്പർ ഓഫ് അൺനോൺസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, നമുക്കിവിടെ 3 ആണ്. അപ്പോൾ നമ്പർ ഓഫ് അൺനോൺസിന് ഈക്വൽ ആവരുത്, 3 ആവരുത്, അതിനേക്കാളും ഡിഫറൻ്റ് ആയിരിക്കണം. അതായത് റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും 2 ആയാൽ മതി. റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും 2 ആവുക എന്ന് പറഞ്ഞാൽ ഈ രണ്ടുപേരും എന്തായി പോകണം എന്നർത്ഥം, ഈ രണ്ടുപേരും 0 ആയി പോകണം. അപ്പോൾ റാങ്ക് ഓഫ് എ ബിയും 2 ആണ്, റാങ്ക് ഓഫ് എയും 2 ആണ്. λ-3 0 ആകുമ്പോൾ റാങ്ക് ഓഫ് എയും 2 ആണ്. ഓക്കെ, അപ്പോൾ രണ്ടുപേരും 0 ആവുന്ന കേസ് λ-3 ഈക്വൽ ടു 0, μ-10ഉം 0 ആണ്. അതായത് λ ഈക്വൽ ടു 3ഉം μ ഈക്വൽ ടു 10ഉം ആവുന്ന കേസ്. λ ഈക്വൽ ടു 3 ആൻഡ് μ ഈക്വൽ ടു 10 ആവുന്ന കേസ്. ഓക്കെ, ഒന്നുകൂടെ മനസ്സിലാക്കിയില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. അവർ ക്വസ്റ്റ്യനിൽ കണ്ടീഷൻസ് തന്നിട്ടുണ്ടായിരുന്നു, നോ സൊല്യൂഷൻ, യുണീക് സൊല്യൂഷൻ, മോർ ദാൻ വൺ സൊല്യൂഷൻ എന്ന്. അപ്പോൾ നോ സൊല്യൂഷൻ എന്ന് പറഞ്ഞതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി, അതിൻ്റെ കണ്ടീഷൻ നമ്മൾ ആദ്യം എഴുതി, റാങ്ക് ഓഫ് എ ബി നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ എന്ന്. അതായത് സിസ്റ്റം ഇൻകൺസിസ്റ്റൻ്റ് ആവുന്ന കേസ്. അപ്പോൾ റാങ്ക് ഓഫ് എ ബി റാങ്ക് ഓഫ് എയും ഡിഫറൻ്റ് ആവണമെങ്കിൽ റാങ്ക് ഓഫ് എ ബി ഞാൻ 3 എന്നെടുത്തു, റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് 2 ആവുന്ന രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്തു. റാങ്ക് ഓഫ് എ ബി 3 ആവണമെങ്കിൽ ഒന്ന് ആലോചിക്കുക, റാങ്ക് ഓഫ് എ ബി 3 ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ വരേണ്ടത് നമുക്ക് മനസ്സിലായി. ഇവിടെയൊക്കെ λ-3 എന്ന് പറയുന്ന വാല്യൂ ഉണ്ടെങ്കിൽ ഇവിടെ എന്തായാലും വാല്യൂ ഉണ്ടാവണം. അപ്പോൾ റാങ്ക് ഓഫ് എ ബി 3 ആവും. റാങ്ക് ഓഫ് എ 2 ആകാൻ വേണ്ടിയിട്ട് ഇവിടെ വാല്യൂ വരണ്ട. അപ്പോൾ ഇത് മറച്ചു വെച്ചാൽ ഇവിടെ വാല്യൂ വേണ്ട. അതുകൊണ്ടാണ് λ-3ക്ക് 0 കൊടുത്തത്. ഓക്കെ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതേ ക്വസ്റ്റിന് ലാംഡയ്ക്കും മ്യൂവിനും അവർ വാല്യൂ മാറ്റി ഇട്ടിട്ട് സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇത് ലാംഡ എന്ന് പറയുന്ന ഇവിടെ ഈ ചെറിയ വ്യത്യാസം മാത്രം. ഒരു പ്രാവശ്യം യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ 2x + y + 5z = 9 അങ്ങനത്തെ ചേഞ്ചസ് വരുത്തിയിട്ട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനും കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം യൂണിവേഴ്സിറ്റി എക്സാമിന് നിങ്ങളുടെ സീനിയേഴ്സിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഞാൻ സെയിം ക്വസ്റ്റ്യൻ എടുത്ത് എഴുതിക്കുന്നതേ ഉള്ളൂ. നമ്മുടെ ഇവിടെ തന്നെ x + y + z = 6 എന്നുള്ളതിന് പകരം 2x + 3y + 5z = 9. അടുത്ത 7x + 3y - 2z = 8. 2x + 3y + λz = μ. അതായത് സെയിം ക്വസ്റ്റ്യൻ തന്നെ, ഈ കോയിഫിഷ്യൻസിന് ഡിഫറൻറ്റ് ഉണ്ടെന്നേ ഉള്ളൂ. അതായത് എന്താ വ്യത്യാസം വരത്തുള്ളൂ, ഈ λ-3 μ-10 എന്ന് ലാസ്റ്റ് വന്നിരിക്കുന്നുണ്ടോ, അവിടെ എനിക്ക് തോന്നുന്നു λ-5 എന്നും μ-9 എന്നുമാണ് വരുന്നതെന്ന് തോന്നുന്നു ഇതിനകത്ത്. ബാക്കിയെല്ലാം ഇതേപോലെ വരും. λ = 0, λ-3 = λ, ഈ കണ്ടീഷൻ λ
-5 = 0, mu -9 not equal to 0. സെയിം കണ്ടീഷൻസ് ഇതെല്ലാം ഞാൻ കിട്ടുന്ന ആൻസറും പറഞ്ഞു. നിങ്ങൾ മെട്രിക്സ് അവസാനം എഴുതി കഴിയുമ്പം ഈ ലാസ്റ്റ് സ്റ്റെപ്പിൽ λ -3 mu -10 പകരം ഇവിടെ വരുന്നത് λ -5 mu -9 ആണ്. ഇതും യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങളുടെ ടെസ്റ്റിനകത്ത് പ്രിസ്ക്രൈബ്ഡ് ടെസ്റ്റിനകത്തുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ ക്ലാസ്സിൽ ഞാൻ വീഡിയോയിൽ ചെയ്തേക്കുന്നത്. ഈ ചെയ്യാതെ ഈ തന്നത് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞു. ഈ λ -3 mu -10 പ്ലേസിൽ വരുന്ന വാല്യൂ എന്താണെന്നും കൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ബാക്കി ഇതേപോലെ തനിയെ ഒന്ന് ഈ പ്രോബ്ലം ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ ഇല്ലേന്ന് അറിയാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഫോർ വാട്ട് വാല്യൂസ് ഓഫ് ലാംഡ ദ ഫോളോയിങ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ വിൽ ബി കൺസിസ്റ്റൻറ്റ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് കൺസിസ്റ്റൻ്റ് ആവാൻ വേണ്ടിയിട്ട് ലാംഡയുടെ വാല്യൂ എന്തായിരിക്കണം. ഇവിടെ ലാംഡ മാത്രമേ ഉള്ളേ. ഈ ഇക്വേഷനകത്ത് ഇടയ്ക്കൊക്കെ ലാംഡ വന്നിട്ടുണ്ട്. ലാംഡയ്ക്ക് എന്ത് വാല്യൂ വരുമ്പോഴാണ് ഇക്വേഷൻ കൺസിസ്റ്റൻ്റ് ആവണേ. നമുക്കറിയാം കൺസിസ്റ്റൻ്റ് ആവാനുള്ള കണ്ടീഷൻ എന്താ? റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ ആലോചിക്കാം. എന്തായാലും സിസ്റ്റം ഓഫ് ഇക്വേഷൻ അത് നോൺ ഹോമോജിനിയസ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം എ എക്സ് ഇസ് ഈക്വൽ ടു ബി ആണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എൻ്റെ ആൻസർ എഴുതാം. ഫസ്റ്റ് നമ്മൾ എ എക്സ് ഇസ് ഈക്വൽ ടു ബി എന്ന് എഴുതുവാണ്. എ എന്ന് പറഞ്ഞ കോയിഫിഷ്യൻ മെട്രിക്സ് എന്തൊക്കെയാണ്? എക്സ് വൈ ഇസഡിൻ്റെ കോയിഫിഷ്യൻ 1 1 1. സെക്കൻഡ് ഇക്വേഷൻ എക്സ് വൈ ഇസഡിൻ്റെ കോയിഫിഷ്യൻ 1 2 4. അടുത്ത ഇക്വേഷൻ എക്സ് വൈ ഇസഡിൻ്റെ കോയിഫിഷ്യൻ 1 4 10 1 4 10 ഇൻറ്റു ഇവിടുത്തെ അൺനോൺസ് എന്തൊക്കെയാണ്? എക്സ് വൈ ഇസഡ് ഇസ് ഈക്വൽ ടു ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് എന്തൊക്കെയാണ്? 1 ലാംഡ ദെൻ ലാംഡ സ്ക്വയർ. അടുത്ത് നമ്മൾ എഴുതേണ്ടത് എ ബി ആണ്. ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബി ഇസ് ഈക്വൽ ടു കോയിഫിഷ്യൻ മെട്രിക്സ് 1 1 1 1ഉം ദെൻ 1 2 4 ലാംഡയും ദെൻ 1 4 10 ലാംഡ സ്ക്വയർ. എ ടുഗദർ വിത്ത് ബി, എ ബി എഴുതി. ഇനി എന്താ വേണ്ടതിന്? റോ റെഡ്യൂസ്ഡ് ഫോമിലേക്ക് ആക്കണം. റോ റെഡ്യൂസ്ഡ് ഫോമിലാക്കുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റിൻ്റെ താഴേക്ക് 0 ആക്കണം. ഇവിടെ 1 ആണ് ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ്, അതിൻ്റെ താഴേക്കാണ് 0 ആക്കേണ്ടത്. സോ ഫസ്റ്റ് റോയെ ഞാൻ അതുപോലെ തന്നെ ഫിക്സ് ചെയ്ത് വെച്ചു. 1 1 1 1. അതിൻ്റെ താഴേക്ക് 0 ആക്കുക എന്ന് പറഞ്ഞാൽ R2 implies R2 minus R1. 1 minus 1 0, 2 minus 1 1, 4 minus 1 3. അടുത്ത് നോക്കിയാൽ ലാംഡ -1. ഓക്കെ, അടുത്ത് R3 implies R3 minus R1. സോ 1 minus 1 0, 4 minus 1 3, 10 minus 1 9, ലാംഡ സ്ക്വയർ -1. ഓക്കെ, നമ്മൾ അടുത്ത എന്താക്കി? ഇപ്പം നമ്മൾ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് താഴേക്ക് നമ്മൾ 0 ആക്കി. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്? നമുക്ക് സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റിൻ്റെ താഴേക്ക് കൂടെ 0 ആക്കണം. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് ഏതാണ്? 1 ആണ്. അപ്പോൾ അതിൻ്റെ താഴേക്ക് കൂടെ നമുക്ക് 0 ആക്കാം. ഈ 1ൻ്റെ താഴേക്ക് കൂടെ 0 ആക്കാൻ പോവാണ്. ഫസ്റ്റ് റോയ്ക്ക് ഇനി ചേഞ്ച് ഒന്നുമില്ല. സോ ഫസ്റ്റ് റോയിനെ നമ്മൾ അതുപോലെ തന്നെ എഴുതി 1 1 1 1. സെക്കൻഡ് റോയ്ക്കും ചേഞ്ച് ഇല്ല, കാരണം സെക്കൻഡ് റോയുടെ താഴേക്കാണ് നമുക്ക് 0 ആക്കേണ്ടത്. സോ സെക്കൻഡ് റോയും ഞാൻ അതുപോലെ എഴുതി. ഇത് നോക്കിക്കോളേ. R3 implies R3യിൽ നമുക്ക് 3 ആണ് 0 ആക്കേണ്ടത്. സോ ഞാൻ R3 അങ്ങനെ തന്നെ എഴുതി. R2ൻ്റെ കൂടെ 3 മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ R3 മൈനസ് ചെയ്തു. അപ്പോൾ R3 മൈനസ് 3 R2 എന്നാണ് ഞാൻ ഇക്വേഷൻ എഴുതുന്നത്. അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് എന്തായാലും 0 തന്നെ വരും. 3 മൈനസ് 3 വരുമ്പോൾ അതും 0 ആവും. 9 മൈനസ് 9 വരുമ്പം അതും 0 ആയി. ബട്ട് അടുത്തൊന്ന് നോക്കിക്കോളേ. R3 അതുപോലെ തന്നെ എടുത്തു. R3 എന്തായിരുന്നു? ലാംഡ സ്ക്വയർ -1 -3 ഇൻറ്റു R2. R2 എന്ന് പറയുന്നത് എന്താ ഉണ്ടായിരുന്നത്? ലാംഡ -1. ആ -3 അകത്തേക്ക് എടുക്കുമ്പോൾ അതെങ്ങനെയാണ് വരണേ? ലാംഡ സ്ക്വയർ -1 -3 ലാംഡ +3 എന്ന് വരുന്നുണ്ട്. ദറ്റ് ഈസ് ലാംഡ സ്ക്വയർ -3 ലാംഡ +2. ഈ -1ഉം +3 കൂടെയാണ് +2 ആവുന്നത്. അപ്പോൾ ഈ ഇക്വേഷനാണ് ഞാൻ അതിനകത്ത് എഴുതാൻ പോകുന്നത്. ലാംഡ സ്ക്വയർ -3 ലാംഡ +2 എന്ന് എഴുതി. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് താഴെ 0 ആയി. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് താഴെ 0 ആയി. തേർഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് താഴെ 0 ആക്കാൻ ഇനി അങ്ങോട്ടേക്ക് റോ ഇല്ല. പിന്നെ എന്താ? ഓരോ റോയിലെയും ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റിൻ്റെ മുന്നേയുള്ള 0യുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ് അടുത്ത റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റിൻ്റെ മുന്നേയുള്ള 0യുടെ എണ്ണം. ഓക്കെ, നമ്മുടെ കണ്ടീഷൻ എല്ലാം സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട്. ഇനി എന്താ വേണ്ടേ? ഇനി നമ്മുടെ ഇവിടെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. എന്താ? നമുക്കൊരു ഇത് ഇനി പറയേണ്ടത് ലാംഡയുടെ വാല്യൂ ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടുള്ളത്? ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ദ ഫോളോയിങ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഈസ് കൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞേക്കുന്നുണ്ടോ? കൺസിസ്റ്റന്റ് ആവുന്ന എപ്പോഴാ? നമുക്കറിയാം an equation is consistent if rank of AB is equal to rank of A. Given, അപ്പോൾ തന്നിട്ടുണ്ട് given the system of equation is consistent. Given the system of equation is consistent എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കൺസിസ്റ്റന്റ് എന്ന് തന്നിട്ടുള്ളത് കാരണം നമുക്ക് എന്ത് എഴുതാം? റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ എന്ന് നമുക്ക് മനസ്സിലായി. റാങ്ക് ഓഫ് എ ബി റാങ്ക് ഓഫ് എ ഈക്വൽ ആവണമെങ്കിൽ ഈ ലാസ്റ്റ് കോളം മറച്ചു വെച്ചേ. റാങ്ക് ഓഫ് എ എന്താ കിട്ടണേ? 2.
അത് റാങ്ക് ഓഫ് എന്ത് പറഞ്ഞാലും ഇത് റാങ്ക് ഓഫ് എ 2 ആണ്. അപ്പോൾ റാങ്ക് ഓഫ് എ ബി എന്തായാലേ പറ്റത്തുള്ളൂ, 2 ആയാലേ രണ്ട് ഈക്വൽ ആവത്തുള്ളൂ. അതായത് ഈ മനുഷ്യൻ എന്തായി പോകണം, അപ്പം ഇവിടെ 0 ആയി പോകണം, ഇവിടെ ഈ എലമെന്റ് ഉണ്ടായിരുന്നാൽ പറ്റത്തില്ല. അപ്പോഴേ റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എ എന്താവത്തുള്ളൂ, 2 ആവത്തുള്ളൂ. അപ്പോൾ റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ ഇസ് ഈക്വൽ ടു 2 ആയാലും ഇവിടെ എന്ത് വരത്തുള്ളൂ, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവത്തുള്ളൂ. കൺസിസ്റ്റന്റ് ആവണമെങ്കിൽ റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ ഇസ് ഈക്വൽ ടു 2 ആയിരിക്കണം. അപ്പോൾ 2 ആവണമെങ്കിൽ ഇവിടെ ആര് 0 ആയി പോകണം, ദെൻ വിച്ച് ഇംപ്ലൈസ് ലാംഡ സ്ക്വയർ മൈനസ് 3 ലാംഡ പ്ലസ് 2 ഇസ് ഈക്വൽ ടു എന്തായി പോകണം, 0 ആവണം. ലാംഡ സ്ക്വയർ മൈനസ് 3 ലാംഡ പ്ലസ് 2 നിങ്ങളുടെ കയ്യിൽ കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ കാൽക്കുലേറ്റർ പെട്ടെന്ന് സിംപ്ലിഫൈ ചെയ്താൽ ലാംഡ ഈക്വൽ ടു 1,2 എന്ന് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതിനെ എങ്ങനെ എഴുതാം, ലാംഡ മൈനസ് 1 ഇൻറ്റു ലാംഡ മൈനസ് 2 ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ആഡ് ചെയ്യുമ്പോൾ -3 വരുന്ന രീതിയിൽ. ദറ്റ് ഈസ് ലാംഡ ഈക്വൽ ടു 1,2. ലാംഡയുടെ വാല്യൂ 1ഉം 2 ആണെന്ന് മനസ്സിലായി. പക്ഷേ ഇതിൽ ഏതാണ് ശരിക്കും നമുക്ക് യൂസ് ചെയ്യേണ്ടത്, രണ്ടും യൂസ് ചെയ്താൽ കറക്റ്റ് ആണോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണ്ടേ. സോ വെൻ ലാംഡ ഇസ് ഈക്വൽ ടു 1, ലാംഡ 1 ആകുമ്പോൾ ഇവിടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിക്കേ. നിങ്ങളുടെ എ ബി എന്ന് പറയുന്ന ഓഗ്മെന്റഡ് മാട്രിക്സ് എ ബി ഇസ് ഈക്വൽ ടു, ഇവിടെ ആൻസർ ആയി കഴിഞ്ഞേ, ഓഗ്മെന്റഡ് മാട്രിക്സ് എ ബി ഇസ് ഈക്വൽ ടു ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് ഞാൻ. 1 1 1 1 0 1 3 ലാംഡ മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1 - 1 0 ആവുന്നുണ്ട്. 0 0 0 1 - 3 + 2 എന്തായാലും അതിൻ്റെ ആൻസറാണ്. സോ അത് 0 ആണ്. കാരണം അതിൻ്റെ റൂട്ട് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തായാലും 0 ആയിരിക്കത്തില്ല. ഇപ്പോൾ നിങ്ങൾ കണ്ടോ, കറക്റ്റ് അല്ലേ നമ്മൾ പറഞ്ഞ റാങ്ക് ഓഫ് എ ബിയും 3 തന്നെയാണ്, റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബി 2 തന്നെയാണ്, അതേപോലെ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നതും 2 തന്നെയാണ്. ചെക്ക് ചെയ്യേണ്ട, കാരണം ഇതിൻ്റെ റൂട്ടാണെങ്കിൽ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് അത് 0 ആയിരിക്കും. എങ്കിലും ഞാനത് ചെയ്ത് കാണിച്ചു തരുന്നത് അത് കറക്റ്റ് ആണെന്നുള്ളത്. വെൻ ലാംഡ ഈക്വൽ ടു 2 കൊടുക്കുമ്പോഴും ഓഗ്മെന്റഡ് മാട്രിക്സ് എ ബി എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഇത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് എഴുതുന്ന സ്റ്റെപ്പാണ് ഇത് രണ്ടും. ഇവിടെ വെച്ച് ആൻസർ ആയി കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി എഴുതി കാണിച്ചു തരുന്നതാണ്. 1 1 1 1 0 1 3 2 - 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. അടുത്ത് 0 0 0 ഈ ഇക്വേഷനകത്ത് ലാംഡയ്ക്ക് 2 കൊടുക്കുമ്പോൾ അതും 0 ആ വരണം. ഇപ്പം നോക്കിക്കേ, റാങ്ക് ഓഫ് എ ബി ഇവിടെയും 2 ആണ്, റാങ്ക് ഓഫ് എയും 2 ആണ്. അപ്പോൾ നമ്മുടെ ലാംഡ ഈക്വൽ ടു 1 2 എന്നുള്ളതാണ് ശരിക്കും ലാംഡയുടെ വാല്യൂ. കറക്റ്റ് ആണല്ലോ നമുക്ക് കിട്ടിയത്, കൺസിസ്റ്റൻറ്റും ആണല്ലോ, രണ്ടുപേരും ഈക്വൽ. റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ ഈക്വൽ ടു എന്തിനെ കിട്ടി, 2 ആവുന്ന രീതിയിൽ നമുക്കിവിടെ ആൻസർ കിട്ടി. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഇതൊക്കെ നിങ്ങളുടെ ടെസ്റ്റിനകത്തുള്ള ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളുടെ പ്രിസ്ക്രൈബ്ഡ് ടെസ്റ്റിനകത്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതെല്ലാം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഷോ ദാറ്റ് ഇക്വേഷൻ, ഇതും യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആ ലാംഡ -3 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്ത പ്രോബ്ലം, ഈ പ്രോബ്ലം ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഷോ ദാറ്റ് ഇക്വേഷൻ x + y + z ഇസ് ഈക്വൽ ടു a ആണ്, ഇത് 9 അല്ല. 3x + 4y + 5z ഇസ് ഈക്വൽ ടു b ആണ്. 2x + 3y + 4z ഈക്വൽ ടു c. 3 ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഹാവ് നോ സൊല്യൂഷൻ ഇഫ് a ഈക്വൽ ടു b ഈക്വൽ ടു c ഈക്വൽ ടു 1. എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ 1 ആകുമ്പം ഈ സിസ്റ്റം ഓഫ് ഇക്വേഷന് സൊല്യൂഷൻ ഇല്ല എന്ന് പ്രൂവ് ചെയ്യണം. ഹാവ് മെനി സൊല്യൂഷൻ, അതായത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ഉണ്ട്. എപ്പോഴാണ്, ഇഫ് a ഈക്വൽ ടു b/2 ഈക്വൽ ടു c ഈസ് ഈക്വൽ ടു 1 എന്ന് വരുമ്പോൾ. ഓക്കെ, അപ്പോൾ നോക്കിയാൽ ഷോ ദാറ്റ് ഇക്വേഷൻ, എന്തായാലും സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആണുള്ളത്. നമ്മൾ കൂടുതലൊന്നും ആലോചിക്കില്ല, നമ്മൾ ആദ്യം തന്നെ ax ഈക്വൽ ടു b എന്ന് പറഞ്ഞ് എഴുതും. അപ്പോൾ അതാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. ax ഈക്വൽ ടു b എന്ന് പറഞ്ഞ് എഴുതുവാണ്. ax ഈക്വൽ ടു b എന്ന് പറഞ്ഞ് എഴുതുമ്പം ഫസ്റ്റ് കോയിഫിഷ്യൻ മാട്രിക്സ് 1 1 1 ആദ്യത്തെ എക്സിൻ്റെ വൈയുടെ ഇസഡിൻ്റെയും കോയിഫിഷ്യൻ. അടുത്ത ഇക്വേഷനിൽ എക്സിൻ്റെ വൈയുടെ ഇസഡിൻ്റെയും കോയിഫിഷ്യൻ എന്ന് പറഞ്ഞാൽ 3 4 5. അടുത്ത ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 2 3 4. എൻ്റെ ഇവിടുത്തെ അൺനോൺസ് എന്തുവാണ്, ഇവിടുത്തെ അൺനോൺസ് എന്ന് പറഞ്ഞാൽ എക്സ് വൈ ഇസഡ് ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്, എ ബി സി. അപ്പോൾ എ എക്സ് ഇസ് ഈക്വൽ ടു ബി എഴുതി കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എഴുതുന്നത് എന്തുവാണ്, ഓഗ്മെൻറ്റഡ് മാട്രിക്സ് എ ബി. ഓഗ്മെൻറ്റഡ് മാട്രിക്സ് എ ബി എന്ന് പറഞ്ഞാൽ കോയിഫിഷ്യൻ മാട്രിക്സ് ടുഗദർ വിത്ത് കോൺസ്റ്റൻറ്റ് മാട്രിക്സ്. അതായത് 1 1 1 അടുത്ത കോൺസ്റ്റൻറ്റ് എ, അടുത്ത 3 4 5 ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് ബി, 2 3 4 കോൺസ്റ്റൻറ്റ് എന്തുവാണ്, സി. അത് നമ്മളിവിടെ എഴുതി. ഓക്കെ ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതിന് നമുക്ക് റോ റെഡ്യൂസ്ഡ് ഫോമിലേക്ക് ചേഞ്ച് ചെയ്യണം. അപ്പോൾ റോ റെഡ്യൂസ്ഡ് ഫോമിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്, എപ്പോഴത്തെയും പോലെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് താഴെ 0 ആക്കണം, സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് താഴെ 0 ആക്കണം, തേർഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് താഴെ 0 ആക്കണം. ഇപ്പോൾ 3/3 മെട്രിക്സ് ആയതുകൊണ്ട് ഫസ്റ്റ് റോയിലെയും സെക്കൻഡ് റോയിലെയും കാര്യം മാത്രം നോക്കിയാൽ മതി. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് 1 ആണ്, അപ്പോൾ അതിൻ്റെ താഴേക്ക് നമ്മൾ 0 ആക്കാൻ പോവാണ്. സോ ഫസ്റ്റ് റോ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചു 1 1 1 a. R2 implies R2 minus 3R1. ഇവിടെ 3 ആണ്, മുകളിൽ 1 ആണ്. അപ്പോൾ 3 - 3 വരാനാണ് R2 - 3R1 എന്ന് എഴുതുന്നത്. അപ്പോൾ 3 - 3 ഫസ്റ്റ് എലമെൻറ്റ് എന്തായാലും 0 ആയി. അടുത്ത് നോക്കിയേ 4 - 3 1 ആവും, 5 - 3 2 ആവും, B -
3 into A. So B minus 3A എന്ന് വന്നു ഇവിടെ. ഓക്കെ, അടുത്ത R3 implies R3 minus 2R1. അപ്പോൾ ഇതെന്താ പറയുന്നത്? 2 minus 2 ഫസ്റ്റ് എലമെൻറ്റ് 0 ആവും, 3 minus 2 1 ആവും, 4 minus 2 2 ആവും, C minus 2A ആവും, C minus 2A. ഓക്കെ, അടുത്ത ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് താഴെ 0 ആക്കുന്ന പോലെ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് താഴെ 0 ആക്കുവാണേ. വിച്ച് ഈസ് ഈക്വലൻ്റ് ടു ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് 1 1 1A. അടുത്ത സെക്കൻഡ് റോയിൽ താഴേക്കാണ് 0 ആക്കേണ്ടത്. അപ്പോൾ സെക്കൻഡ് റോയും ഫിക്സ് ചെയ്ത് വെച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ സെക്കൻഡ് റോ എന്ന് പറയുന്നത് 0 1 2 B minus 3A. നമ്മുടെ ആവശ്യം എന്താ? ഈ 1ൻ്റെ താഴെയുള്ള ഈ 1നെ കൂടെ 0 ആക്കണം. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ എന്തായിരിക്കും? R3 implies R3 മൈനസ് R2 ചെയ്താൽ പോരെ, കാരണം R2ൻ്റെ താഴെയാണ് 0 ആക്കുന്നത്. R2 കൊണ്ട് ഓപ്പറേറ്റ് ചെയ്താൽ അത് രണ്ടും കൂടെ മൈനസ് ചെയ്താൽ മതി. സോ 0 0 2 minus 2 0. നോക്കിക്കേ, C minus 2A അതാണ് R3യിലുള്ള ഫോർത്ത് എലമെൻറ്റ്. അതുപോലെ R2യിലെ ഫോർത്ത് എലമെൻറ്റ് B minus 3A. സോ മൈനസ് ഓഫ് B minus 3A. ഇതെങ്ങനെ വരും? C minus 2A minus B plus 3A എന്ന് വരും. മൈനസ് 2Aയും പ്ലസ് 3Aയും കൂടെ എന്താ വരുന്നത്? A ആ വരുന്നത്. A മൈനസ് B പ്ലസ് C അതാണ് ഇവിടെ വരേണ്ടത്. A മൈനസ് B പ്ലസ് C. ഇതിപ്പോൾ എന്താ? റോ റെഡ്യൂസ്ഡ് ഫോം ആയില്ലേ? ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് താഴെ 0 ആയി, സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് താഴെ 0 ആയി. ഓരോ റോയിലെയും ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് മുന്നേയുള്ള 0യുടെ എണ്ണം അടുത്ത റോയിലുള്ള ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റിൻ്റെ മുന്നേയുള്ള 0യുടെ എണ്ണത്തേക്കാൾ കൂടുതൽ. ഓരോ റോ കഴിയുന്തോറും 0യുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ റോ റെഡ്യൂസ്ഡ് ഫോമിലേക്ക് ആയിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഓരോ കണ്ടീഷനും കൊടുത്തിട്ട് ഈ പറയുന്ന ഷോ ദാറ്റാണ്, പ്രൂവ് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഹാവ് നോ സൊല്യൂഷൻ ഇഫ് A ഈക്വൽ ടു B ഈക്വൽ ടു C ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണോ എന്ന്. അപ്പോൾ നമുക്ക് ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം. ഇഫ് A ഈക്വൽ ടു B ഈക്വൽ ടു C ഈക്വൽ ടു 1 ആദ്യത്തെ കണ്ടീഷൻ, അത് ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ നിങ്ങളുടെ മെട്രിക്സ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് AB ഈസ് ഈക്വൽ ടു എന്തായി മാറും? 1 1 1 1. എയുടെ സ്ഥാനത്ത് 1 കൊടുത്തു. A ഈക്വൽ ടു B ഈക്വൽ ടു C ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ 1 എന്നല്ലേ അടുത്ത അർത്ഥം. അടുത്ത 0 1 2. അടുത്ത 1 മൈനസ് 3 എന്നാണ് വരിക. ബിയുടെ സ്ഥാനത്ത് 1, എയുടെ സ്ഥാനത്ത് 1 വരുമ്പോൾ അത് 1 മൈനസ് 3. 1 മൈനസ് 3 എന്ന് പറഞ്ഞാൽ എന്താ? അത് മൈനസ് 2. അടുത്ത 0 0 0 0 0 0 1 മൈനസ് 1 പ്ലസ് 1. അപ്പോൾ എന്താ വരുന്നത്? 1 മൈനസ് 1 0 ആവും, പ്ലസ് 1 എന്നുള്ള 1 മാത്രം ബാക്കി വന്നു. ഇപ്പോൾ നോക്കിക്കേ, റാങ്ക് ഓഫ് എ ബി എന്താ? റാങ്ക് ഓഫ് എ ബി എത്ര റോയിൽ എലമെൻ്റ് ഉണ്ട്? എത്ര റോയിൽ എലമെൻ്റ് ഉള്ള? 3 റോയിൽ 3. റാങ്ക് ഓഫ് എ എന്തുവാണ്? റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ് കോളം മറിച്ച് വയ്ക്കുമ്പോൾ റാങ്ക് ഓഫ് എ ഈസ് ഈക്വൽ ടു 2. അപ്പോൾ റാങ്ക് ഓഫ് എ ബി നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ എന്താ? therefore the system is inconsistent. Inconsistent എന്ന് പറഞ്ഞാൽ എന്താ? there is no solution. സിസ്റ്റം ഇൻകൺസിസ്റ്റൻ്റ് ആണ്. ഇൻകൺസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ there is no solution. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ കറക്റ്റ് ആയില്ലേ? ഹാവ് നോ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൂവ് ചെയ്തല്ലോ, സിസ്റ്റത്തിന് സൊല്യൂഷൻ ഇല്ല, ഇൻകൺസിസ്റ്റൻ്റ് ആണ്. പ്രൂവ് ചെയ്യുക, ഷോ ദാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇഫ് A ഈക്വൽ ടു B ബൈ 2 ഇസ് ഈക്വൽ ടു C ഇസ് ഈക്വൽ ടു 1. അപ്പോൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പം A ഈക്വൽ ടു 1 എന്നെടുക്കാം, B ബൈ 2 ഈക്വൽ ടു 1 എന്നെടുക്കാം, C ഈക്വൽ ടു 1 എന്നെടുക്കാം. B ബൈ 2 ഈക്വൽ ടു 1ൽ നിന്ന് B ഈക്വൽ ടു എന്ത് കിട്ടി? 2 എന്ന് കിട്ടി. ഇനി നമുക്ക് ആ മെട്രിക്സിൽ നിന്ന് അപ്ലൈ ചെയ്യാം. മെട്രിക്സ് കൊടുക്കുമ്പോഴേക്കും ഓഗ്മെൻറ്റഡ് മെട്രിക്സ് AB ഇസ് ഈക്വൽ ടു 1 1 1, എയുടെ സ്ഥാനത്ത് 1. അടുത്ത 0 1 2 B മൈനസ് 3A. B മൈനസ് 3A എന്ന് പറഞ്ഞാൽ ബിയുടെ സ്ഥാനത്ത് 2 മൈനസ് 3 ഇൻറ്റു A 3 എന്ന് വന്നു. ദറ്റ് ഈസ് ഈക്വൽ ടു -1. അതവിടെ എഴുതി. അടുത്ത് 0 0 0 A മൈനസ് B പ്ലസ് C എന്ന് പറയുന്നതിന് അത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് എയുടെ സ്ഥാനത്ത് 1, ബിയുടെ സ്ഥാനത്ത് 2. ബിയുടെ സ്ഥാനത്ത് 2 കൊടുക്കുമ്പോൾ -2 പ്ലസ് സിയുടെ സ്ഥാനത്ത് 1. അപ്പോൾ 1 മൈനസ് 2 എന്ന് പറഞ്ഞാൽ -1. -1 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 0. ഓക്കെ, ഇനി നോക്കിക്കേ, റാങ്ക് ഓഫ് എ ബി ഇപ്പോൾ ഇവിടെ എത്രയാണ്? റാങ്ക് ഓഫ് എ ബി ഈസ് ഈക്വൽ ടു 2 റോയിലെ എലമെൻ്റ് ഉള്ളൂ. അപ്പോൾ റാങ്ക് ഓഫ് എ ബി 2 ആണ്. റാങ്ക് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാസ്റ്റ് കോളം മറച്ച് വെച്ചാലും 2 റോയിലെ എലമെൻ്റ് ഉള്ളൂ. സോ റാങ്ക് ഓഫ് എയും 2 ആണ്. അപ്പോൾ റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ വന്ന റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ എന്ന് പറയുമ്പം എന്തുവാണ്? ദ സിസ്റ്റം ഈസ് കൺസിസ്റ്റൻ്റ് എന്നായി. ഇനി നമ്പർ ഓഫ് അൺനോൺസ് എത്രയാണ്? നമ്പർ ഓഫ് അൺനോൺസ് ഇവിടെ മെയിൻ സൊല്യൂഷൻ എന്നല്ല നമുക്ക് പ്രൂവ് ചെയ്യേണ്ടേ. അപ്പം നമ്പർ ഓഫ് അൺനോൺസും കൂടെ നോക്കണ്ടേ. നമ്പർ ഓഫ് അൺനോൺസ് ഇസ് ഈക്വൽ ടു എത്ര അൺനോൺസ് ഉള്ള? എക്സ് വൈ ഇസെഡ് 3 അൺനോൺസ് ഉണ്ട്. നമ്പർ ഓഫ് അൺനോൺസ് ഇസ് ഈക്വൽ ടു 3. അപ്പോൾ വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ്. കണ്ടീഷൻ കറക്റ്റ് ആയില്ലേ? റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ വന്നു, പക്ഷെ അതെന്തുവാണ്? വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസും വന്നു.
ഓക്കെ, therefore the system is consistent ആണ്, പക്ഷേ എന്തുവാണ്, അതിന് മെനി സൊല്യൂഷൻ ആണ്. therefore the system is consistent ആണ് and has infinite number of solution. ഇൻഫിനിറ്റ് നമ്പർ എന്ന് പറഞ്ഞാലും മെനി സൊല്യൂഷൻ എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. അപ്പം അതിൻ്റെ പ്രൂഫായി. ഷോ ദാറ്റ് എന്നാ ചോദിച്ചിരുന്നത്, നമ്മൾ ഓഗ്മെന്റഡ് മാട്രിക്സ് എ ബി എഴുതിയതിന് ശേഷം അവർ തന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ കണ്ടീഷൻ നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, രണ്ടും എളുപ്പമാണ്. ക്വസ്റ്റ്യൻ ലാംഡയുടെ മ്യൂടെയൊക്കെ വാല്യൂ ഫൈൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ വലിയ പ്രയാസം വിചാരിക്കുക, ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനും കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്തതെല്ലാം നോൺ ഹോമോജിനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ 3 വീഡിയോ എന്ന് പറയുന്നത് നോൺ ഹോമോജിനിയസിൻ്റെ സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യാനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് എല്ലാം ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് വന്ന പ്രോബ്ലം അല്ലേ നമ്മൾ ചെയ്തത്. നമ്മൾ എല്ലാം ഈക്വൽ ടു 0 വരുന്ന പ്രോബ്ലം ചെയ്തില്ല. ഈക്വൽ ടു 0 വരിക എന്ന് പറഞ്ഞാൽ എന്തുവാണ്, സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഈക്വൽ ടു 0 വരുമ്പോൾ അങ്ങനത്തെ ഇക്വേഷനെ പറയുന്ന പേരാണ് ഹോമോജിനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യുന്ന എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഹോമോജിനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആയിരിക്കും ചെയ്യുന്നത്. ഹോമോജിനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യാനായിരിക്കും അടുത്ത വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രോബ്ലംസ് ചെയ്തു. ഇതെല്ലാം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം. ബാക്കി വീഡിയോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങളുടെ ഓരോ മോഡ്യൂൾ ബേസ് ആണ് പ്ലേലിസ്റ്റിൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് മോഡ്യൂൾ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ അതിൽ ബാക്കി വീഡിയോസ് നിങ്ങൾ നോക്കി ഓരോ പ്രോബ്ലം തനിയെ ചെയ്ത് നോക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്കത് പ്രാക്ടീസ് ആവത്തുള്ളൂ. എൻ്റെ വീഡിയോ കണ്ട് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം.